ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. പില്ലുവിൻ്റെ കുറേ നാളത്തെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവാട്ടോ ഞങ്ങളിന്ന്. ഇപ്പോൾ പോകുന്നത് നിക്കീൻ്റെ അംഗനവാടിയിലേക്കാണ്. നിക്കീനെ കൂടെ അവിടുന്ന് വിളിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ നിക്കീൻ്റെ അംഗനവാടി എത്തി. വലിയ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. ഇന്നലെ കരഞ്ഞിരുന്ന്, ഇന്നിപ്പോൾ എന്താ കഥ എന്നറിയില്ല. വിചാരിച്ച പോലെ ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ടീച്ചർ എടുത്ത് ചോദിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുമ്പോൾ ടീച്ചർ എടുത്ത് നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഇനി എന്താണെന്നൊന്നും അറിയില്ല, നാളെ പോവില്ലേന്നൊന്നും. എന്തായാലും ഇന്നൊരു ദിവസം നല്ല കുട്ടിയായിട്ടിരുന്നു, അത് തന്നെ സമാധാനം. അങ്ങനെ നിക്കിനെയും കൂട്ടി ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് നേരെ കുന്നമംഗലത്തേക്കാണ്. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ഞങ്ങൾ പില്ലുവിന് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നതെന്ന്. ഒരു ചെറിയൊരു അക്വേറിയം, അത് അവന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത്. പിന്നെ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഫിഷിനെ. എങ്ങോട്ടാ നിക്കി പോകുന്നേ? എന്തിനു പോവാ? കറി വെക്കാനാ? എന്തിനാ കറി വെക്കാനാ? മീൻ എന്തിനാ? മീൻ കറി വെക്കാനാ? കറി വെക്കാൻ പില്ലേട്ടന് വളർത്താൻ. ഏട്ടന് നിക്ക് നോക്കൂലേ? ഫുഡൊക്കെ കൊടുക്കൂലേ ഫിഷിന്? അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത്. കൈ വെച്ച് നോക്കൂ. ഈ എലികളെ കണ്ടോ? ഇതിൻ്റെ തൊട്ട ബാക്കിലുള്ള ഗ്ലാസ്സിൽ പൈത്തൺ ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല, പിന്നെയാണത് കണ്ടത്. അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വളർത്തുന്നതാ പോലും ഈ എലികളെ. നോക്കുമ്പോൾ കുറേ എലികൾ പുറത്തൊക്കെ ചാടി നടക്കുന്നുണ്ട്. അങ്ങനെ ഈ പെറ്റ്സിനെല്ലാം കണ്ടപ്പോൾ പില്ലുവിൻ്റെ മൈൻഡ് ആകെ മാറി. പിന്നെ അവന് ഫിഷിനൊന്നല്ല വേണ്ടത്, കുറേ കോഴീനെ വേണമെന്ന് പറഞ്ഞു, പിന്നെ പൂച്ചേനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നിനെ കാണുമ്പം ഓരോന്നിനെ വേണമെന്ന് ഇങ്ങനെ പറയാം. പക്ഷെ ഫിഷിൻ്റെ കാര്യം അവൻ മറന്നേ പോയി. പില്ലുവിന് ഏതാ വേണ്ടത്? ഇതോ? നിക്കിക്ക് എന്താ വേണ്ടേ? നിക്കിക്ക് എന്താ വേണ്ടേ?
ചെയ്ത് ഒഴിവാക്കിയല്ലേ. ഫിഷിനെ വാങ്ങാനല്ലേ വന്നത്? നിക്കിക്ക് എന്താ വേണ്ടേ? കുട്ടീനെ ഏതാ വേണ്ടേ? പൂച്ചനെ നമുക്ക് അപ്പൂപ്പാപ്പന്റെ അടുത്തുനിന്ന് വാങ്ങാം. അങ്ങനെ ഫിഷിനെ നോക്കിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ഗ്ലോ ഫിഷ് ടെട്രയാണ് കേട്ടോ. അതിൻ്റെ പല കളേഴ്സും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാ കളറും ഏകദേശം അവിടെയുള്ള കളേഴ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഫൈറ്ററാണത്. എന്റെ പേരെന്താ? ഈ ടൈപ്പ് ഫിഷ് ടാങ്കാണ് ഞങ്ങൾ എടുത്തത്. ഇതിലാ ബ്ലൂ ആണ് ഞങ്ങളിപ്പോൾ വാങ്ങിക്കാൻ പോകുന്നത്. അതൊക്കെ എന്താണ്? ഇഷ്ടായോ? നിക്കിക്ക് ഇഷ്ടായോ? മീനിനെ ഇഷ്ടായോ? ഇഷ്ടായി? ഇതെവിടെയാ വെക്കുക? എവിടെ? കാറിലോ? ഓക്കെ. അങ്ങനെ ഇതാ ഫിഷിനെയൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്ക് അംഗനവാടി വിട്ട് വന്നതായതുകൊണ്ട് വിശക്കുന്നു കുറേ നേരമായി പറയുന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴിക്കുള്ള ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടേക്ക് എന്തൊക്കെയോ പിടിച്ചിട്ടുണ്ട്. എടുത്തോട്ടോ എടുത്തോ. ഇവിടെ ആയിക്കോട്ടെ കേട്ടോ. മതിയടാ. വീണോ ആ കുട്ടിയെ ശരിയായില്ലേ? അമ്മക്ക് ചായ വേണ്ട. പോകുന്ന വഴിക്ക് ചിപ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് കണ്ട്
അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് ചിപ്സൊക്കെ വാങ്ങി. കുറച്ച് പച്ചക്കറി കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോഴേക്ക് നിൽക്കും കൂടെ. പിന്നെ എല്ലാവരും ഇറങ്ങി. അങ്ങനെ അവന് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. മാമനവിടെ വേറെ സാധനം എടുത്തു കൊടുക്ക. അങ്ങനെ എല്ലാം കഴിഞ്ഞതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഈ എക്കോറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ. ഞങ്ങൾ ആദ്യം ഇത് കിച്ചണിൽ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ദേ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഇവിടെ വെച്ച്. പക്ഷേ മക്കളുള്ളതുകൊണ്ട് അവർ വന്ന് പിടിക്കുമോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തൊടൂലെന്ന് വിചാരിക്കുന്ന. ഒന്നാമത്തെ കാര്യം ഇത് തുറന്നു നോക്കി അതിൽ കൈയിടുമെന്നാണ്. അവർക്കിതിനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് പിടിച്ചു നോക്കാനൊക്കെ തോന്നും. നോക്കട്ടെ, അവർ ഇവിടെ വന്ന് ഇത് തുറന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഇവിടുന്ന് സ്ഥലം മാറ്റും. എന്തായാലും ഇവിടെ വെച്ച് നോക്കാം. വയറുള്ള അതാണ് റെയിൻബോ കളർ. മിന്നൊന്നുമില്ല. ഇതാണ് റെയിൻബോ. അങ്ങനെ ഇതാ എക്കോറയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.